ആലപ്പുഴ പുല്ലുകുളങ്ങരയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലിടെയുണ്ടായ അക്രമത്തിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഇപ്പോൾ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. കാപ്പ കേസിലെ പ്രതിയെ പോളിംഗ് ബൂത്തിൽ വെച്ച് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസിന് നേരെ കയ്യേറ്റം ഉണ്ടായത്. പ്രതികളെ റിമാൻഡ് ചെയ്തു എന്ന് ഞങ്ങളുടെ ബ്യൂറോ അറിയിക്കുന്നു. ഹരികൃഷ്ണൻ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ഹരികൃഷ്ണൻ, പറയൂ അപ്ഡേറ്റ്സ്. എസ് കെ, ഗുഡ് മോർണിംഗ്. ഈ വെള്ളിയാഴ്ച, അതായത് ഇലക്ഷൻ ദിവസം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ ആണ് ഈ പോലീസിന് നേരെ അക്രമം ഉണ്ടായത്. ഒരു സംഘമാണ് ഇത്തരത്തിൽ ആക്രമിച്ചത്. അതായത് ഈ കാപ്പ ചുമത്തിയ കേസിലെ പ്രതിയായിട്ടുള്ള ശ്യാംലാൽ എന്ന് പറയുന്ന കണ്ടല്ലൂർ സ്വദേശിയാണ്. അയാളെ പിടികൂടുന്നതിനിടയിൽ പോലീസ് ഈ വാറണ്ട് ഉണ്ടായിരുന്നതിനാൽ ഇയാളെ പിടികൂടാനായി ശ്രമിക്കുകയായിരുന്നു. ഈ സമയത്ത് ഇയാളുടെ സുഹൃത്തുക്കളായ ഒരു സംഘം പോലീസിനെ ആക്രമിക്കുകയായിരുന്നു, ആസൂത്രിതമായി ആക്രമിക്കുകയായിരുന്നു. ആദ്യം ഈ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഈ ശ്യാംലാലിനെ മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നീട് അത് തടയാനെത്തിയ ഈ സംഘമാണ് പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടതെന്നുള്ളതാണ്. ഈ കണ്ടല്ലൂർ സ്വദേശികളായ കൃഷ്ണരാജ്, ഗോകുൽ, സുധിൻ ബാബു, അഖിൽ, അനന്തു എന്നിവരെയാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രതികളെ ഈ ഹരിപ്പാട് കോടതിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഹരിപ്പാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഈ ഈ ശ്യാംലാൽ എന്ന് പറയുന്ന പ്രതി ഈ അക്രമത്തിന് ശേഷം കടന്നു കളഞ്ഞു. ഇയാളെ പിടികൂടാനുള്ള ഒരു ശ്രമം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എസ് കെ. താങ്ക് യു രാജ്ഗോപാൽ. ഫൈസൽ കാങ്കിലായിൽ പറഞ്ഞ എസ് കെ ഇപ്പോൾ ഹരികൃഷ്ണനാണ്. താങ്ക് യു. ഹരികൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന്. ഫൈസൽ കാങ്കിലായിൽ പറയുന്നു, എസ് കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, എന്നാൽ പലരും റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് ഡിപ്രഷനിലാണ് എന്ന് പറയുന്നു. താങ്കൾ ഫൈസൽ ആ കാര്യത്തിൽ പേടിക്കേണ്ട. നമ്മുടെ പൊതുപ്രവർത്തകർക്കും നേതാക്കന്മാർക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കാറില്ല. ഒരുപക്ഷെ പ്രവർത്തകർക്കിടയിൽ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടാകണം അവരുടെ മനോനില എപ്പോഴും കൃത്യമായിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് അവർ ഡിപ്രഷനിലാകുമെന്ന് പേടിച്ച് നിങ്ങളിരിക്കേണ്ട.